വെൽക്കം ടു ഡേ 2 ഓഫ് മൂന്നാർ. ഇന്ന് ഞങ്ങൾ ഇരവിക്കുളം നാഷണൽ പാർക്കിലാണ് പോകുന്നത്. ഇന്ന് ഉച്ചവരെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാന്നാണ് പ്ലാൻ. അപ്പം ഇവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുവാണ്. മൂന്നാർ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 8 കിലോമീറ്റേഴ്സ് ആണ് അങ്ങോട്ടേക്ക്. ഞങ്ങൾ ടൗണിൽ തന്നെയായിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പം അവിടെ എത്തി. ഇനി അവിടെ എൻട്രൻസിൽ കാറ് വെച്ച് പിന്നെ അവരുടെ ഒരു ബസ് ഉണ്ടാവും. അങ്ങനെയാണ് പോകുന്നത് അങ്ങോട്ടേക്ക്. ആൻഡ് ടിക്കറ്റ്സ് ഞങ്ങൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തായിരുന്നു. അപ്പം അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സൈറ്റൊക്കെ ഞാൻ ഇതിൽ മെൻഷൻ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. പെർ 200 റുപ്പീസ് ആണ് പെർ ഹെഡ്. അപ്പം അത് ഞങ്ങൾ ബുക്ക് ചെയ്തു. ആൻഡ് ഇപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു. ഇപ്പോൾ നമ്മൾ ബസ്സിലേക്ക് കയറാൻ പോവാം. പുറകിലത്തെ സീറ്റ് അതുകൊണ്ട് നന്നായിട്ട് കുലുങ്ങി ബസ് യാത്ര. നല്ല കുലുക്കം ഉണ്ടായിരുന്നു. അടിപൊളി വ്യൂ. കുലുക്കെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത കുലുക്കം. അതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും പുറകിലത്തെ സീറ്റിൽ ഇരുന്നോണ്ട. പക്ഷെ നല്ല രസമുണ്ട്. എത്ര ചെറിയ റോഡല്ലേ. ഇവിടെ ബസ് മാത്രമേ പോകുള്ളൂ, വേറെ ബൈക്ക് പോലും പോകും. ബൈക്ക് പോവും, പക്ഷെ വിടാൻ പറ്റില്ല. ബസ് ഞങ്ങൾ വന്ന ബസ് തിരിച്ചു പോവാ. ഇവിടെ ഒരു കോഫി ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ടോയ്ലറ്റും റിഫ്രഷ്മെന്റ് ഏരിയ ഒക്കെ ഉണ്ട്. ഇവിടെ എത്തി. ഇവിടെ നല്ല 2 കോഫി ഷോപ്പ് ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡിൽ വൃത്തിയില്ല. അപ്പോൾ അവിടുന്ന് ആവശ്യം ഒരു ചായ കുടിച്ചു. ഞാനൊരു പഴംപൊരി. എരിവുള്ള എണ്ണയും കഴിക്കാൻ തോന്നുന്നു ഈ ക്ലൈമറ്റിൽ. പക്ഷെ ഇതെല്ലാം സ്വീറ്റ്സാണ്. അപ്പോൾ കൂട്ടത്തിൽ ബെറ്റർ എനിക്ക് തോന്നുന്നു പഴംപൊരി വെച്ചിട്ട് അത് വാങ്ങിച്ചു. ചായ എങ്ങനെയുണ്ട്? ചായ ഒരു നമുക്ക് തിയേറ്ററിലൊക്കെ കിട്ടുന്ന ടൈപ്പ് ചായയാണ്. ഏലക്കായ കൂട്ടിയിട്ടിട്ട് മെഷീൻ ചായ. പഴംപൊരി എന്താ പറയാ, നല്ലതാ. പക്ഷെ എനിക്ക് നമ്മുടെ രതീഷ ഇഷ്ടം. മഴ തുടങ്ങാൻ പോകുന്നുണ്ട്. അതിന് മുന്നേ ആക്ച്വലി ഇതിന് മുമ്പ് നമ്മൾ പെരിയാർ ടൈഗർ റിസർവിലൊക്കെ പോയിട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു നാഷണൽ റിസർവ് ഇതല്ലാതെ പോയത് പെരിയാറിലാണ്. അപ്പോൾ അവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് മനസ്സിലായി കുറച്ചും കൂടെ കേർട്ടിസ് ആയിട്ടുള്ള സ്റ്റാഫാണ്. വളരെ ഹമ്പിളാണ് അവർ. പിന്നെ നമ്മളൊക്കെ ഇത് കാണണം എന്നവർ സിൻസിയറായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അത് എന്തായാലും ഗവൺമെൻറ്റിൻ്റെ അല്ലേ. അപ്പോൾ പിന്നെ അവർ എങ്ങനെ സർവീസ് കൊടുത്താലും അവർക്ക് സാലറി കിട്ടും. പൊതുവേ നമ്മൾ കാണുന്നൊരു മൈൻഡ് സെറ്റ് അങ്ങനെയാണ് ഗവൺമെൻറ് സ്റ്റാഫിന്. ബട്ട് ഇവിടെ കുറച്ചും കൂടെ അവർ കേർട്ടസാണ്. അവരൊരു എക്സ്ട്രാ എഫേർട്ട് അവർ ഇടുന്നുണ്ട്. നല്ല ഹമ്പിളാണ്. സോ ഇറ്റ്സ് ഗുഡ്. എന്തായാലും നിങ്ങൾ മൂന്നാർ വരുമ്പോൾ ട്രൈ ടു വിസിറ്റ് ഇരവിക്കുളം. പിന്നെ ആ താഴേന്ന് മേലേക്കുള്ള ആ ബസ് ടൂർ, അതും എനിക്കൊന്ന് ഇവിടുത്തെ ഒരു അട്രാക്ഷനാണ്. കാര്യം ബാക്കി എനിക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് നാഷണൽ റിസർവ്സിലോ പാർക്കിലോ പോയിട്ടില്ല. ആകെ പോയതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പം ഇതൊരു ഇറ്റ്സ് എ വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ്. ആ ബസ്സിൽ കാരണം നമ്മുടെ വണ്ടിയുടെ നമുക്ക് ഇതിലൂടെ വരാൻ പറ്റില്ല. അപ്പം വിച്ച് ഇസ് ഈവൻ ഇൻക്ലൂഡ് ഇൻ ദ ടിക്കറ്റ്. സോ ദാറ്റ്സ് വെരി ഗുഡ്. സോ ദാറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ്. അപ്പോൾ അതും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത്. ഇവിടെ ഇരവിക്കുളം നാഷണൽ പാർക്കിൽ വരാമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഇത്രയും സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ വീഡിയോസിലൊന്നും ഇത് കറക്റ്റ് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. ഞാൻ ഇത്രയും തണുപ്പ് എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് അധികം കട്ടിയില്ലാത്തൊരു ഡ്രസ്സാണ് ഇട്ടത്. അതുകൊണ്ട് നല്ല രീതിയിൽ എനിക്ക് തണുക്കുന്നുണ്ട്. പിന്നെ ഈ പച്ചപ്പിൻ്റെ ഇടയിൽ ഞാൻ യെല്ലോ ആയിട്ട് കാണാൻ നല്ല രസമുണ്ടല്ലേ. ഒരു മഞ്ഞക്കിളി.
ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ ഏറ്റവും മേലെ അതിൻ്റെ ലിമിറ്റ് വരെ എത്തി. ഇതിനപ്പുറത്തേക്ക് ഈ ബോർഡ് വെച്ചതിൻ്റെ പിറകിലേക്ക് ഇനി നമുക്ക് എൻട്രി ഇല്ല. അപ്പോൾ ഇങ്ങോട്ടേക്ക് അവരുടെ ഓഫീസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. എന്തായാലും വണ്ടികൾ അങ്ങോട്ട് പോകുന്നുണ്ട്, ബട്ട് പബ്ലിക്കിന് ആക്സസ് ഇവിടെ വരെ ഉള്ളൂ. ഇത്ര വരെ ഉള്ളൂ. പിന്നെ ഇവിടെ കുറേ ഫോട്ടോ പോയിന്റ്സ് ഒക്കെ ഉണ്ട്, ഇതാ ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഞാൻ കാണിക്കാം ഫോട്ടോ പോയിന്റ്സ് ഒക്കെ. നമ്മൾ താഴെ എത്തി. എന്നിട്ട് കോൺ വാങ്ങിച്ചു, സ്വീറ്റ് കോൺ. ഇത് ഞാൻ മൂന്നാറിൽ വന്നിട്ട് എൻ്റെ 3ാമത്തെ കോണാണ്. സോ നമ്മൾ ഇരവികുളം എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കയറിയിട്ടാണ് തിരിച്ച് താഴേക്ക് ഇറങ്ങാൻ. സോ ഇവിടെ നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോഴും ബസ്സൊക്കെ റെഡിലി അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് വെയിറ്റിംഗ് ഒന്നുമില്ല. അങ്ങനെ ബസ്സുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എനിക്ക് മനസ്സിലായി, ഇറ്റ്സ് പ്രിറ്റി മച്ച് ഓർഗനൈസ്ഡ്. അതായത് നമ്മളൊരു മടുപ്പിക്കുന്ന അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. സ്റ്റാഫിൻ്റെ ആണെങ്കിലും ഈവൻ നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ പോയാൽ പോലും വെരി ഹമ്പിൾ. മേ ബി എനിക്ക് തോന്നുന്നു തമിഴൻസ് ആയതുകൊണ്ടായിരിക്കാം, വെരി ഹമ്പിൾ, വളരെ കോർട്ടസ് ആണ്. എന്തായാലും നീലഗിരി അല്ല, ഇരവികുളം അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമ്മളിപ്പോൾ മിസ് ഔട്ട് ചെയ്തതാണ്. ഇന്നലെ രാത്രിത്തെ ഒരു ഓവർനൈറ്റ് ഡിസിഷൻ ആയിരുന്നു. കാര്യം ഉച്ച വരെ എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് വേറെ പ്ലാൻസ് ഉണ്ടായിരുന്നു, ബട്ട് ആ പ്ലാൻസ് ചേഞ്ച് ആയി. അങ്ങനെ എടുത്തൊരു ഓൾട്ടർനേറ്റ് പ്ലാൻ ആയിരുന്നു അത്. ബട്ട് ഇറ്റ് വാസ് വർത്ത്, റിയലി വർത്ത് കമ്മിങ് ഹിയർ. വാസ് ആൻ എക്സ്പീരിയൻസ്. ഇരവികുളം നാഷണൽ പാർക്ക് കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നത് മൂന്നാറിലെ CSI ചർച്ചിലാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചർച്ച്, കല്ലുകൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ആൻഡ് ഇത് മൂന്നാർ ടൗണിൽ തന്നെയാണ്. ഒരുപാട് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. മൂന്നാർ ടൗണിൽ കയറുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റും. ചെറിയ ചെറിയ ക്യൂട്ടായിട്ടുള്ള നല്ല രസമുള്ളൊരു ചർച്ച്. ഞങ്ങൾ പള്ളീൻ്റെ ഉള്ളിൽ കയറി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുവാണ്. നല്ല പള്ളിയല്ലേ, വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതുവരെ ഇങ്ങനത്തെ ഒരു പള്ളിയിൽ പോയിട്ടില്ല. അതിന്റെ ഇന്റീരിയേഴ്സ് ഒക്കെ പുറത്ത് വായിച്ചില്ല നമ്മൾ. സ്കോട്ടിഷ് ചർച്ചാണ്, സ്കോട്ടിഷ് രീതിയിലുള്ള ചർച്ച. ലൈറ്റ്സും ലൈറ്റ്സ്, എസ്പെഷ്യൽ ലൈറ്റ്സ് ആണ് ഇഷ്ടപ്പെട്ടത്. നമ്മൾ അതിന്റെ അകത്ത് ഷൂട്ട് ചെയ്തിട്ടില്ല. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ചെറിയൊരു പള്ളി. ചെറിയ പള്ളി. എനിക്ക് പുറത്തുനിന്ന് കണ്ടപ്പോൾ അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് സംഭവമായിട്ട് തോന്നില്ല. പക്ഷെ അകത്ത് ഭയങ്കര ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആണ്. എന്നെ ഉള്ളിലും പുറത്തൊക്കെ ഞാൻ പറഞ്ഞ പോലെ കല്ലുകൾ കൊണ്ട് മാത്രം ഉണ്ടാക്കിയതുകൊണ്ട് വേറെ തന്നെ ഒരു സിമെന്റ് പ്ലാസ്റ്റർ ചെയ്തിട്ടില്ല. നീ കണ്ടില്ല, ഈ നോർമൽ ചർച്ചസോ അല്ലെങ്കിൽ നോർമൽ ബിൽഡിങ്സോ പോലെ സിമെന്റോ പ്ലാസ്റ്ററിങ്ങോ അല്ലെങ്കിൽ പെയിന്റോ ഒന്നുമില്ല. കല്ലിന്റെ ഫോമിൽ തന്നെയാണ് ഉള്ളത്. മൂന്നാർ ടൗൺ തൊട്ടടുത്താണ് കേട്ടോ. ഹാർഡ്ലി 2 അല്ലെങ്കിൽ 3 അത്രയും ഉണ്ടോന്ന് അറിയില്ല. നമ്മളിപ്പോൾ ടൗണിൽ തന്നെയാണ് ഉള്ളത്. ആക്ച്വലി ടൗണിന്റെ മെയിൻ ടൗൺ കുറച്ച് മാനത്തെ പള്ളി. മസ്റ്റ് വിസിറ്റ് ആണ്. അങ്ങനെ മൂന്നാറിന്റെ തണുപ്പും കുറെ നല്ല പച്ചപ്പും ഹരിതാപും എല്ലാം കണ്ടു. ഭയങ്കര റിഫ്രഷ്ഡ് ആയി. മൈൻഡ് ഒന്ന് റിഫ്രഷ് ചെയ്തു. നമ്മൾ ഈ കമ്പ്യൂട്ടറിലെ റിഫ്രഷ് ബട്ടൺ അമർത്തൂല, അതേപോലെ ടിക്ക് എന്ന് പറഞ്ഞാൽ അമർത്തി ഒന്ന് മൊത്തത്തിലൊന്ന് റിഫ്രഷ് ആയി. ആ വർക്കിന്റെ സ്ട്രെസ്സും അതൊക്കെ ഡെയിലി ലൈഫിൽ നിന്നുള്ള ആ ഒരു ചേഞ്ചും ആയി. ഇനി ബാക്ക് ടു വർക്ക്, ബാക്ക് ടു അടിമപ്പണി, ബാക്ക് ടു നോർമൽ ലൈഫ്. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.